ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? കൊച്ചിയുടെ അണ്ടർ വാട്ടർ ടണൽ, വൈപ്പിനും ഫോർട്ട് കൊച്ചിക്കുമിടയിലെ പുതിയ ഇടനാഴി, സംസ്ഥാനത്തെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തുമോ? സ്വർണ്ണവിലയിൽ ഇടിവ് തുടർക്കഥയാവുകയാണ്. വരാനിരിക്കുന്നത് വിലക്കുറവിന്റെ നാളുകളോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് കടലിനടിയിലൂടെ ഇരട്ട തുരങ്കപാത. യാത്രാ സൗകര്യം ടൂറിസവും സമന്വയിക്കുന്ന പദ്ധതി വരാൻ എത്ര നാൾ കാത്തിരിക്കണം? തീരദേശ ഹൈവേയുടെ ഭാഗമായി വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയും കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാത. സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാതയായിരിക്കും ഇതോടെ യാഥാർത്ഥ്യമാവുക. സംസ്ഥാനത്തെ തീരദേശം വഴിയുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പുതിയ മാർഗങ്ങൾ കൊച്ചിയുടെ വികസനത്തിന്റെ പുതിയ മുഖമാവുകയാണ്. 1 കിലോമീറ്റർ നീളത്തിൽ പടിഞ്ഞോട്ട് ചെല്ലാനം വരെ കര നികർത്തിയെടുത്താൽ അതൊരു ന്യൂ കൊച്ചിയാവും. അതിൻ്റെ അടിയിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ കൊച്ചിയിൽ വികസനത്തിന് ധാരാളം സ്ഥലവും കിട്ടും. ഈ പറയുന്ന സ്റ്റേറ്റ് ഹൈവേ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അധിക ധനം ചിലവാക്കുന്നത് ഒഴിവാക്കാം. അങ്ങനെ ഒരു പുതിയ വഴിയിലൂടെ വന്നു കഴിഞ്ഞ ഒരു പുതിയ കൊച്ചി, ഫോർട്ട് കൊച്ചി എന്നും ഇടക്കൊച്ചി എന്ന് പറയുന്നത് പോലെ ഒരു ന്യൂ കൊച്ചി, ഒരു പുതിയ കൊച്ചി ആയിരിക്കണം. 2672.25 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാനാണ് നീക്കം. സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായാൽ 2.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞ 2000 കോടി രൂപ പണി തുടങ്ങിയാൽ, സ്ഥലമെടുത്തു കഴിഞ്ഞാൽ 2.5 കൊല്ലം കൊണ്ട് പണി തീർക്കാൻ കഴിയുന്നു. 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേക്ക് എറണാകുളം ജില്ലയിൽ ചെല്ലാനം മുതൽ മുനമ്പം വരെ 48 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഫോർട്ട് കൊച്ചിക്കും വൈപ്പിനുമിടയിൽ കപ്പൽച്ചാലിന്റെ ഭാഗത്ത് കടലിനു മുകളിലൂടെ പാലം നിർമ്മിക്കുക അപ്രായോഗികമായതിനാലാണ് തുരങ്കപാതയ്ക്കുള്ള സാധ്യത തെളിഞ്ഞത്. ഇന്ത്യയിൽ ഒരിടത്തും ഇതുണ്ടായിട്ടില്ല. അപ്പോൾ ഈ തുരങ്കപാത വന്നാൽ, തുരങ്കപാത ഉദ്ദേശിച്ചത് തന്നെ 623 കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യയിൽ, കേരളത്തിൽ മൊത്തത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് എത്തുന്ന വിധത്തിലുള്ള തീരദേശ ഹൈവേ എല്ലാ ജില്ലയിലും പോകില്ല, തീരദേശമുള്ള സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്, തുരങ്കപാത. തീരദേശ ഹൈവേയെ റോഡ് മാർഗം ബന്ധിപ്പിക്കാൻ 16 കിലോമീറ്റർ ദൈർഘ്യം വേണ്ടിവരുമ്പോൾ തുരങ്കപാതയാണെങ്കിൽ കേവലം 3 കിലോമീറ്റർ മതിയാകും. കപ്പൽച്ചാലിനു കുറുകെ നിർമ്മിക്കുന്ന തുരങ്കം കടലിൽ 35 മീറ്റർ ആഴത്തിലായിരിക്കും. 10 മുതൽ 13 മീറ്റർ വരെയാണ് കപ്പൽച്ചാലിന്റെ ആഴം. ഇരട്ട ടണലുകളിൽ 3.5 മീറ്റർ വീതിയുള്ള സർവീസ് റോഡും 4.5 മീറ്റർ വീതിയിൽ ഹൈവേയുമാണ് ഉദ്ദേശിക്കുന്നത്. പുറത്തെ 4 വരി അപ്രോച്ച് റോഡുകളിലേക്കാണ് തുരങ്കപാത തുറക്കുക. ഓരോ 250 മീറ്ററിലും എമർജൻസി സ്റ്റോപ്പ് ബേ, 500 മീറ്റർ ഇടവിട്ട് യാത്രക്കാർക്കുള്ള വെന്റിലേഷനോടുകൂടിയ എമർജൻസി എക്സിറ്റും ഉണ്ടാകും. 2 അലൈൻമെന്റുകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇപ്പോഴത്തെ റോറോ ജെട്ടിയുടെ അടിയിലൂടെ പോകുന്ന തരത്തിൽ. 2, മെട്രോ ജെട്ടിയുടെ, ഇപ്പോൾ വന്നിരിക്കുന്ന വാട്ടർ മെട്രോ ജെട്ടിയുടെ അടിയിൽ കൂടി പടിഞ്ഞാറ് വശത്തുകൂടി പോകുന്ന തരത്തിൽ. എന്നിട്ട് വൈപ്പിനിൽ പുതിയ കരവെച്ച് കിട്ടിയ സ്ഥലത്തുകൂടിയാണ് ഈ പോകുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ ഈ പറയുന്ന തുരങ്കവും സ്റ്റേറ്റ് ഹൈവേയും ഒക്കെ പോകുന്നതെങ്കിൽ ഈ നാടിൻ്റെ പുരോഗതി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിരിക്കും വളരെ വലിയ പുരോഗതിയായിരിക്കും ഈ നാടിനുണ്ടാകാൻ പോകുന്നത്. 2 അലൈൻമെന്റുകൾ പരിഗണനയിലുണ്ട്. ഫോർട്ട് കൊച്ചി റോറോ ബോട്ട് ജെട്ടിക്കു സമീപം KV ജേക്കബ് റോഡിനെയും വൈപ്പിനെയും ബന്ധിപ്പിച്ചുള്ളതാണ് ഒന്ന്.
KV ജേക്കബ് റോഡിനെയും വൈപ്പിന്റെ പടിഞ്ഞാറു ഭാഗത്തെയും ബന്ധിപ്പിച്ചുള്ളതാണ് രണ്ടാമത്തേത്. യാത്രാമാർഗത്തിനപ്പുറം രാജ്യാന്തര ടൂറിസം സാധ്യതകളും ടണൽ പദ്ധതിക്കുണ്ടെന്നാണ് പലരും വിലയിരുത്തുന്നത്. ഈ തുരങ്കപ്പാത വന്നാൽ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാവും വൈപ്പിൻ. ഇപ്പം തന്നെയാണ് തുരങ്കപ്പാത വന്നാൽ ടൂറിസത്തിൻ്റെ മേഖലയാവും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കാണാൻ തന്നെ ആളുകൾ വരും. അപ്പോൾ യാത്രാ ക്ലേശം പരിഹരിക്കും എന്ന് മാത്രമല്ല, വാഹനങ്ങൾക്ക് ഈ ജങ്കാട്ടിൽ കയറാതെ വാഹനങ്ങൾക്ക് പോകാം. പിന്നെ ടൂറിസം, ഇത് ഈ തുരങ്കപ്പാത കാണാൻ വേണ്ടി തന്നെ ആയിരക്കണക്കിന് ആളുകൾ നിത്യം വരാൻ സാധിക്കും. 2015 തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങിയതാണ്. വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന 11 യാത്രക്കാരുടെ ജീവൻ അപഹരിച്ച ഫോർട്ട് കൊച്ചി ഫെറി അപകടത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ നിർദ്ദേശം വന്നത്. ഈ ജോസ് പോൾ ശങ്കർ ഇത് ആശയം കൊണ്ടുവന്ന ആള് 1500 കോടി രൂപ ഉണ്ടെങ്കിൽ നടക്കും. ഈ സീതനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഈ സീതനുണ്ടല്ലോ കയ്യിൽ. അപ്പം അദ്ദേഹമൊക്കെ പറയുന്നത് 1500 രൂപ മതിയെന്നാണ്. അത് ഈ സ്ഥലത്തിൻ്റെ കൂടായിരിക്കും. സ്ഥലം എടുക്കണമല്ലോ. കടൽ തീരത്തിന് കുറുകെ 600 മീറ്റർ നീളമുള്ള ഈ പാത മുറിച്ചു കടക്കാൻ ആഗ്രഹിക്കുന്ന വാഹനയാത്രക്കാർ നിലവിൽ റോറോ ഫെറി സർവീസാണ് ഉപയോഗിക്കുന്നത്. ഇതിനായി വളരെ നേരം കാത്തിരിക്കുകയും തുടർന്ന് നിരക്ക് നൽകുകയും വേണം. അണ്ടർ വാട്ടർ ടണൽ ഉപയോഗിക്കുന്ന വാഹനയാത്രികരിൽ നിന്ന് ടോൾ പിരിച്ചാലും 5 മിനിറ്റിനുള്ളിൽ മറുവശത്തേക്ക് കടക്കാൻ കഴിയുമെന്നതിനാൽ സമയവും പരിശ്രമവും ഗണ്യമായി ലാഭിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. ഒരു തുരങ്കപ്പാതയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ മുൻപുള്ള അനുഭവങ്ങൾ. നേരത്തെ തന്നെ വൈപ്പിൻ ജനകീയ കൂട്ടായ്മകൾ പോലുള്ള NGOകൾ യാത്രക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ഇടനാഴിയിലെ ഇത്തരമൊരു ജലപാത മുനമ്പം ചെല്ലാനം തീരദേശ മേഖലയിലെ ബിസിനസ്, ടൂറിസം പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ഉത്തേജനം നൽകുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. തീരദേശ ഹൈവേയിലെ മുനമ്പം അഴീക്കോട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന പദ്ധതിയായി മാറും. സ്വർണ്ണവില കുറഞ്ഞു തുടങ്ങിയതോടെ ആവേശത്തിലാണ് സ്വർണ്ണ പ്രേമികൾ. ഇനിയും വില കുറയുമോ എന്നത് തന്നെയാണ് പ്രധാന ചോദ്യം. സ്വർണ്ണവിലയിൽ ഇനിയും തിരുത്തലിന് സാധ്യത ഉണ്ടെന്നാണ് ജെഫ്രീസിന്റെ ഗ്ലോബൽ ഹെഡ് ഓഫ് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ക്രിസ്റ്റഫർ വുഡ് പറയുന്നത്. നിലവിലെ നിലവാരത്തിൽ നിന്നും സ്വർണം 16% കൂടി തിരുത്തലിന് സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഡോളർ സൂചിക 100-ന് മുകളിലെത്തിയതും ഉയർന്ന വിലയിലെ ലാഭമെടുപ്പുമാണ് സ്വർണ്ണവിലയിൽ ഇടിവിന് ഇടയാക്കിയത്. ഈ വർഷം സ്വർണ്ണവില 60% വരെ ഉയർന്നതിന് ശേഷമാണ് തിരുത്തലിന് വിധേയമായിരിക്കുന്നത്. US തൊഴിൽ വിപണിയിലെ തളർച്ചയെ സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ ചലഞ്ചർ റിപ്പോർട്ടിനു ശേഷം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനുള്ള സാഹചര്യം കൂടുതൽ ശക്തമായെന്ന് വുഡ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ US-ലെ സർക്കാർ റീറ്റെയിൽ മേഖലകളിൽ തൊഴിൽ നഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ചെലവ് ചുരുക്കലിന്റെയും AI-യുടെ ഉപയോഗം കാരണവും നിരവധി കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൊഴിൽ വിപണി തളർന്നിട്ടും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടുത്ത യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത മങ്ങിയിട്ടുണ്ട്. എന്നാൽ പലിശ കുറയ്ക്കാനാണ് തീരുമാനമെങ്കിൽ രാജ്യാന്തര സ്വർണ്ണവില കൂടുതൽ ഉയരത്തിലേക്ക് നീങ്ങും. ഇത് നിക്ഷേപകർക്ക് സ്വർണത്തെ കൂടുതൽ ആകർഷകമാക്കും. വില വീണ്ടും കുറയുകയാണെങ്കിൽ ഈ നില നിക്ഷേപകർക്ക് സ്വർണം വാങ്ങാനുള്ള നല്ല അവസരമായിരിക്കുമെന്നാണ് വുഡ് അഭിപ്രായപ്പെടുന്നത്. വില ഇനിയും ഇടിയുമെങ്കിലും സമീപഭാവിയിൽ വർധന തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. പക്ഷേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥിതിഗതികളാണ് ഇനി സ്വർണ്ണവിലയുടെ ഭാവി വരും ദിവസങ്ങളിൽ നിശ്ചയിക്കുകയെന്ന് സാരം.
കാർഷിക വിപണിയിൽ അടുത്ത വാരം. കാർഷികോൽപ്പന്ന വിപണികൾ പുതിയ ദിശ തേടുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വാങ്ങലുകാർ സംഘടിതരായ രംഗത്തേക്ക്. കുരുമുളക് രൂക്ഷമായ വിലയിടിവിൽ. മുന്നേറാൻ പാടുപെട്ട് ഏലക്കയും. വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു. ഷീറ്റ് സംഭരണ വിലയിൽ കുറവ് ഉൽപാദകർക്ക് കനത്ത പ്രഹരമായി. ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിൽ ഉത്തരേന്ത്യൻ വ്യാപാരികൾ വരുത്തിയ നിയന്ത്രണങ്ങൾ വിപണികളെ ചെറിയ അളവിൽ സമ്മർദ്ദത്തിലാക്കി. കുരുമുളകിനെ പൊടുന്നനെ തളർത്തിയതോടെ വിൽപ്പനക്കാർ ചരക്കു നീക്കത്തിലും കുറവ് വരുത്തി. സീസൺ അടുത്തത് അന്തർ സംസ്ഥാന വാങ്ങലുകാരെ രംഗത്തുനിന്ന് പിന്തിരിപ്പിച്ചു. വിളവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചുരുങ്ങുമെന്ന നിഗമനത്തിൽ കർഷകരും കരുതലോടെയാണ് സ്റ്റോക്ക് ഇറക്കുന്നത്. ഉത്സവ സീസൺ അവസാനിച്ചതിനാൽ വൻ വിലയ്ക്ക് ഇനി മുളക് ശേഖരിച്ചാൽ തിരിച്ചടി നേരിടുമെന്നാണ് വടക്കേന്ത്യൻ വാങ്ങലുകാരുടെ പക്ഷം. നാടൻ കുരുമുളകിന് ക്ഷാമം തുടരുന്നതിനാൽ ബ്രസീലിയൻ കുരുമുളക് ഇറക്കുമതിക്ക് വ്യവസായികൾ ശ്രമം നടത്തുകയും ചെയ്തു. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില കിൻഡലിന് 70,000 രൂപയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ഏലക്ക ഉൽപാദനം ചില തോട്ടങ്ങളിൽ കുറഞ്ഞതായാണ് ചെറുകിട കർഷകരുടെ വിലയിരുത്തൽ. ശക്തമായ മഴയിൽ നേരിട്ട തിരിച്ചടികൾ ഉൽപാദനം കുറയ്ക്കുമെന്ന സൂചനകൾക്കിടയിലും ലേലകേന്ദ്രങ്ങളിൽ ശരാശരി ഇനങ്ങൾക്ക് 2,500 രൂപയ്ക്ക് മുകളിൽ ഇടം പിടിക്കാനാവുന്നില്ല. കയറ്റുമതിക്കാർ ന്യൂ ഇയർ ഓർഡറുകൾ മുന്നിൽ കണ്ട് മികച്ച ഇനങ്ങൾ പരമാവധി ശേഖരിച്ചത് പല അവസരത്തിലും അവയുടെ നിരക്ക് കിലോ 3,000 രൂപയ്ക്ക് മുകളിലെത്തിച്ചു. ക്രിസ്തുമസ് ആവശ്യക്കാരെ മുന്നിൽ കണ്ട് ആഭ്യന്തര ഇടപാടുകാർ ഏലക്ക ശേഖരിക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും നാളികേരോൽപ്പന്നങ്ങൾക്ക് മുന്നേറാനാവുന്നില്ല. മാസാരംഭ വേളയിൽ പോലും സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയത് കാങ്കയത്ത് വൻകിട മില്ലുകാരെ സമ്മർദ്ദത്തിലാക്കി. ഒരവസരത്തിൽ അവർ സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിറ്റഴിക്കാൻ തിടുക്കം കാണിച്ചെങ്കിലും തോട്ടങ്ങളിൽ നിന്നുള്ള പച്ചത്തേങ്ങയുടെ വരവ് ചുരുങ്ങിയത് വിപണിക്ക് താങ്ങായി. എന്നാൽ ഇറക്കുമതി പാചക എണ്ണകളുടെ വില താഴ്ന്ന റേഞ്ചിൽ നീങ്ങുന്നതിനാൽ ചെറുകിട വിപണികളിൽ വെളിച്ചെണ്ണയെ തഴഞ്ഞ പാമോയിൽ സൂര്യകാന്തി എണ്ണകൾക്ക് പ്രിയമേറി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 35,700 രൂപയിൽ നിലകൊണ്ടു. ആഗോള കാപ്പി വില വീണ്ടും ഉയരുന്നത് നേട്ടമാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ദക്ഷിണേന്ത്യൻ കർഷകർ. കേരളത്തിലും കർണാടകത്തിലും ഇത് കാപ്പി സീസണാണ്. വിദേശ വിപണികളിലെ കുതിപ്പ് ആഭ്യന്തര മാർക്കറ്റിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിൽ ചരക്കു പിടിക്കുന്നുണ്ട് ഒരു വിഭാഗം ഉൽപാദകർ. ബ്രസീലിൽ മഴ കുറഞ്ഞത് വിളവ് ചുരുങ്ങാൻ കാരണമാവുമെന്നാണ് വിവരം. ബ്രസീലിയൻ കാപ്പിയെ ആശ്രയിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർന്ന വിലയ്ക്കും ചരക്ക് ശേഖരിക്കാൻ സാധ്യത തെളിയുന്നുണ്ട്. വിയറ്റ്നാമിൽ പ്രതികൂല കാലാവസ്ഥ ഉൽപാദനം ചുരുക്കുമെന്നാണ് പുതിയ വിവരം. ചുഴലിക്കാറ്റിൽ വൻ കൃഷിനാശം സംഭവിച്ചതായാണ് വിയറ്റ്നാമിൽ നിന്നുള്ള റിപ്പോർട്ട്. റോബസ്റ്റ് കാപ്പി രാജ്യാന്തര വിപണിയിൽ $4,700. കൽപ്പറ്റയിൽ കാപ്പി പരിപ്പ് 410 രൂപയിലാണ്. കട്ടപ്പനയിൽ റോബസ്റ്റ് കാപ്പി കിലോ 230 രൂപയിലെത്തി. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ റബ്ബർ വരവ് നാമമാത്രമായെങ്കിലും ടയർ വ്യവസായികൾ നിരക്കിടിച്ച് ഷീറ്റ് സംഭരിക്കാൻ ശ്രമിച്ചു. എന്നാൽ വിലയിടിവിലും സ്റ്റോക്കിസ്റ്റുകൾ രംഗത്തുനിന്ന് വിട്ടുനിന്നത് ടയർ ലോബിയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു. ഇതിനിടയിൽ മഴ മാറി തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമായതോടെ ടാപ്പിംഗ് ഊർജിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉൽപാദകർ. കാർഷിക മേഖലയിലെ ചെറുകിട വിപണികളിൽ ചരക്ക് കാര്യമായി സ്റ്റോക്കില്ല. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 183 രൂപ വരെ ഇടിഞ്ഞ് ഇടപാടുകൾ നടന്നു. 5ാം ഗ്രേഡ് 181 രൂപയിലും ലാറ്റക്സ് കിലോ 117 രൂപയിലും കൈമാറ്റം നടന്നു. മാസമധ്യത്തോടെ റബ്ബർ ഉൽപാദനം ഉയർന്നാൽ കൊച്ചി, കോട്ടയം വിപണികളിൽ ചരക്ക് വരവ് ശക്തിയാർജിക്കും. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഏറെ മാറ്റങ്ങളോടെ ആപ്പിളിന്റെ സിരി എത്തുന്നു. അടിമുടി മാറ്റത്തിനാണ് ആപ്പിൾ തയ്യാറെടുക്കുന്നത്. ആപ്പിൾ ഉപഭോക്താക്കൾ ഏറെയായി കാത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള സിരി ഉടനെ പുറത്തിറങ്ങും. ഗൂഗിൾ ജെമിനൈ AI അടിസ്ഥാനമാക്കിയാവും ഇതിന്റെ പ്രവർത്തനമെന്നാണ് റിപ്പോർട്ട്.
പരിഷ്കരിച്ച AI വോയിസ് അസിസ്റ്റന്റ് 2026 മാർച്ചിൽ പുറത്തിറക്കാനാണ് ആപ്പിളിന്റെ പദ്ധതി. ഗൂഗിളും ആപ്പിളും തമ്മിലുള്ള കരാർ പ്രകാരം ആപ്പിളിനു വേണ്ടി ഒരു കസ്റ്റം ജെമിനി മോഡൽ സൃഷ്ടിക്കാനായിരിക്കും ഗൂഗിൾ ശ്രമിക്കുക. അത് ആപ്പിളിന്റെ പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടർ സെർവറുകളിൽ പ്രവർത്തിക്കും. അതിനർത്ഥം സിരിയിൽ ഗൂഗിൾ സർവീസസോ ജെമിനി ഫീച്ചറുകളോ ലഭിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സിരി വഴി ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതായിരിക്കും ഇതിന്റെ ഉത്തരവാദിത്തം. ജെമിനി AI പിൻബലം ലഭിക്കുന്നതോടെ കൂടുതൽ മികച്ച രീതിയിൽ ഉപഭോക്താക്കളോട് സംസാരിക്കാൻ സിരിക്ക് സാധിക്കും. സ്വാഭാവിക ഭാഷ മനസ്സിലാക്കാനും സന്ദർഭോചിതമായി പ്രതികരിക്കാനും കഴിയും. ഐഫോണുകൾ, മാക്, ഹോം ഡിവൈസുകളിലുടനീളം ഇത് ലഭിക്കും. ഇതിനൊപ്പം AI സിരി സൗകര്യമുള്ള സ്മാർട്ട് ഹോം ഡിവൈസും ആപ്പിൾ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. സിരിയുടെ പുരോഗതി കൂടാതെ കമ്പനി ഇന്നേ വരെ പുറത്തിറക്കിയിട്ടില്ലാത്ത പുതിയൊരു ഉപകരണം ആപ്പിൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മറ്റ് റിപ്പോർട്ടുകൾ. ഒരു സ്മാർട്ട് ഡിസ്പ്ലേ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആപ്പിൾ. സ്പീക്കറിന് മുകളിൽ പിടിപ്പിച്ച ഒരു സ്മാർട്ട് സ്ക്രീൻ, അത് വേണ്ടാത്തവർക്കായി ഭിത്തിയിൽ തൂക്കിയിടാവുന്ന സ്ക്രീനും പുറത്തിറക്കിയേക്കും. ഇതൊരു സ്മാർട്ട് ഹോം നിയന്ത്രണ ഹബ്ബായി പ്രവർത്തിക്കാനായേക്കും എന്നും അഭ്യൂഹങ്ങളുണ്ട്. WWDC 2026 iOS 27, iPadOS 27, macOS 27 തുടങ്ങിയ പുതുക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പരിചയപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ കോൺഫറൻസിൽ തന്നെയായിരിക്കും പുതിയ സിരിയുടെ ശേഷിയും പ്രദർശിപ്പിക്കുക എന്നാണ് കരുതുന്നത്. OpenAIയുടെ ChatGPT ഇപ്പോൾ സിരിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനൊപ്പം പെർപ്ലെക്സിറ്റി, ആന്ത്രോപിക് തുടങ്ങിയ കമ്പനികൾ വികസിപ്പിച്ച ടൂളുകളും ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പുതിയ SUV മോഡൽ പുറത്തിറക്കാൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. നോക്കാം പുതിയ SUV 7 സീറ്ററിന്റെ വിശേഷങ്ങൾ. ഇന്ത്യൻ നിരത്തിലേക്ക് പുതിയ ഇലക്ട്രിക് SUV കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. മഹീന്ദ്ര XEV 9S എന്ന പേരിലായിരിക്കും പുതിയ കാർ വിപണിയിലെത്തുക. കമ്പനിയുടെ ഇൻഗ്ലോ സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഈ 7 സീറ്റർ SUV നവംബർ 27-നായിരിക്കും അവതരിപ്പിക്കുക. മഹീന്ദ്രയുടെ XUV 700 മോഡലിന്റെ ഇലക്ട്രിക് വാഹന പതിപ്പായിരിക്കും ലോഞ്ച് ചെയ്യാനിരിക്കുന്ന XEV 9S. മഹീന്ദ്രയുടെ XEV 9e, BE6 മോഡലുകളെ പോലെ ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ ഇതിന്റെ വില മഹീന്ദ്രയുടെ ഈ 2 ഇലക്ട്രിക് കാറുകൾക്കിടയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. XEV 7e എന്നും ഈ 7 സീറ്റർ അറിയപ്പെടുന്നുണ്ട്. നിരവധി തവണ ഈ മോഡൽ ഇന്ത്യൻ നിരത്തുകളിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. മഹീന്ദ്ര XUV 700 ഇലക്ട്രിക് പ്രോട്ടോടൈപ്പിന്റെ പ്രൊഡക്ഷൻ സ്പൈക്ക് പതിപ്പായിരിക്കും ഈ പുതിയ മോഡൽ. പ്രോട്ടോടൈപ്പിൽ നിന്ന് മഹീന്ദ്ര XEV 9S ധാരാളം ഫീച്ചറുകൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കണക്റ്റഡ് LED DRLകൾ, മഹീന്ദ്ര XEV 9e പോലുള്ള ഡ്യുവൽ പോഡ് LED ഹെഡ്ലൈറ്റുകൾ എന്നിവ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്റീരിയറിൽ മഹീന്ദ്ര XEV 9eയുടേതിന് സമാനമായി 3 സ്ക്രീൻ സജ്ജീകരണം ഉണ്ടായിരിക്കാം. സ്റ്റിയറിംഗ് വീലും സമാനമായിരിക്കും. മഹീന്ദ്ര XEV 9Sന്റെ പവർ ട്രെയിനിനെ കുറിച്ച് കമ്പനി ഇതുവരെ ഒരു വിവരവും വെളിപ്പെടുത്തിയിട്ടില്ല. മഹീന്ദ്രയുടെ പുതിയ തലമുറ EV സ്റ്റാൻഡേർഡ് അനുസരിച്ച് 500 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ചുള്ള ഒരു വലിയ ബാറ്ററി പാക്ക് ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 59 കിലോവാട്ടിന്റെയും 79 കിലോവാട്ടിന്റെയും 2 ബാറ്ററി പാക്കുകൾ വരാനിരിക്കുന്ന മഹീന്ദ്ര XEV 7-ൽ നൽകാനും സാധ്യതയുണ്ട്. സുരക്ഷാ ഫീച്ചറിന്റെ കാര്യത്തിലും ഈ മോഡൽ ഒട്ടും പിറകിലേക്ക് പോകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. IQ50 വരുന്നു. പ്രീമിയർ റേഞ്ചിൽ പുതിയ മത്സരത്തിന് തുടക്കമിടുകയാണ് IQ. IQ15 നവംബർ 26-ന് ഇന്ത്യയിൽ പുറത്തിറങ്ങും. ഏറ്റവും പുതിയ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്പ് ഉൾക്കൊള്ളുന്ന ബ്രാൻഡിന്റെ അടുത്ത ഫ്ളാഗ്ഷിപ്പ് ഫോണായിരിക്കും ഇത്. ഒറിജിനൽ OS-ഉമായി വരുന്ന ആദ്യ ഫോണും. ലോഞ്ചിന് മുന്നോടിയായി വെളിപ്പെടുത്തിയ ഔദ്യോഗിക സവിശേഷതകൾ അനുസരിച്ച് റിയൽമി GT8 Pro പോലുള്ള വരാനിരിക്കുന്ന ഫോണുകളുമായിട്ടായിരിക്കും IQ15 മത്സരിക്കുക. ആൻഡ്രോയിഡ് ഫോണിൽ ആദ്യമായി പുറത്തിറക്കുമെന്ന് അവകാശപ്പെടുന്ന സാംസങ് 2K ലീഡ് OLED ഡിസ്പ്ലേയാണ് IQ15-നും ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ. പ്രൈമറി ക്യാമറയ്ക്കുള്ളിൽ 50MP സോണി IMX921 VCS സെൻസറും 50MP സോണി IMX882 പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയും 50MP അൾട്രാവൈഡ് ക്യാമറയും ഉണ്ടായിരിക്കും. IQ15-ൽ 32MP ഫ്രണ്ട് ക്യാമറയുണ്ടാകും. ആൽഫ എഡിഷൻ, ലെജൻഡ് എഡിഷൻ കളർ മോഡലുകളിലാകും IQ15 പുറത്തിറങ്ങുക. കേബിൾ ഉപയോഗിച്ച് 100 വാട്ട് വരെ ചാർജ് ചെയ്യാവുന്ന 7000 mAh ബാറ്ററി വയർലെസ് ആയി 40 വാട്ടും IQ15-ൽ ഉണ്ടാകും.
വിലയിലും അല്പം കേമനാണ് iQ15. ഏതാണ്ട് 64,999 രൂപയിലാണ് വില ആരംഭിക്കുന്നത്. സ്റ്റാൻഡേർഡ് ലോഞ്ച് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓപ്ഷനുകളും ഫോണിന്റെ റിലീസിനോടനുബന്ധിച്ച് ലഭിച്ചേക്കും. വിനോദവാരം. സിനിമാ പ്രേമികളും ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരുപിടി നല്ല മലയാള ചിത്രങ്ങളാണ് റിലീസിന് തയ്യാറെടുക്കുന്നത്. നോക്കാം സിനിമാ വിശേഷങ്ങൾ. ഇന്ദ്രജിത്ത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ധീരം. ഇന്ദ്രജിത്ത് മുൻപും പോലീസ് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണ ഒരു ഹൈ വോൾട്ടേജ് കഥാപാത്രമായാണ് താരമെത്തുന്നത്. ഒരു കംപ്ലീറ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മിക്സാണ് ചിത്രമെന്നുള്ള സൂചനകളാണ് ടീസർ നൽകുന്നത്. ചിത്രത്തിൽ ഇന്ദ്രജിത്ത് സുകുമാരന് പുറമെ അജു വർഗീസ്, ദിവ്യ പിള്ള, നിഷാന്ത് സാഗർ, രഞ്ജി പണിക്കർ, റബ മോണിക്ക ജോൺ, സാഗർ സൂര്യ, അവന്തിക മോഹൻ, ആഷിക അശോകൻ, സജൻ സുദർശൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. റെമോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ റെമോഷ് MS, മലബാർ ടാക്കീസിന്റെ ബാനറിൽ ഹരീസ് അമ്പഴത്തിങ്കൽ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നവാഗതനായ ജിതിൻ ടി സുരേഷാണ് സംവിധാനം ചെയ്യുന്നത്. ദീപു S നായർ, സന്ദീപ് സദാനന്ദൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം നവംബറിൽ തിയേറ്ററിൽ റിലീസിനെത്തും. ശ്രീനാഥ് ബാസിയുടെ ആക്ഷൻ ചിത്രം പൊങ്കാല ഡിസംബർ 5 തിയേറ്ററുകളിലെത്തും. 2000 കാലഘട്ടത്തിൽ ഹാർബർ പശ്ചാത്തലമാക്കി വൈപ്പിൻ മുനമ്പം തീരദേശത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം. ബാബുരാജ്, സുധീർ കരമന, സമ്പത്ത് റാം, അലൻസിയർ, കിച്ചു ടെല്ലസ്, സൂര്യകൃഷ്, ഇന്ദ്രജിത്ത്, ജഗജിത്ത്, ജീമോൻ ജോർജ്, മുരുകൻ മാർട്ടിൻ, യാമി സോന, സ്മിനു സിജോ, ശാന്തകുമാരി, രേണു സുന്ദർ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രം വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്ന ഗ്രേസ് ഫിലിം കമ്പനിയാണ്. ഇവരുടെ ആദ്യ റിലീസ് ചിത്രം കൂടിയാണ് പൊങ്കാല. കേരളത്തിൽ മാത്രം 100 തിയേറ്ററുകളിൽ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. AB ബിനിൽ കഥയും തിരക്കഥയും രചിച്ചു സംവിധാനം ചെയ്ത ചിത്രം ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ് ജൂനിയർ 8 ബാനറിൽ ദീപു ബോസും അനിൽ പിള്ളയും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ക്രോ പ്രൊഡ്യൂസർ ഡോണ തോമസ് ആണ്. സിനിമാ പ്രേമികളും ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി നായകനായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന ചിത്രം കൂടിയാണിത്. മമ്മൂട്ടിക്കൊപ്പം വിനായകനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിനിമയിൽ വില്ലൻ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുക എന്ന റിപ്പോർട്ടുണ്ട്. നൻപകൽ നേരത്ത് മയക്കം, കാതൽ, റോഷാക്ക്, കണ്ണൂർ സ്കാഡ്, ടർബോ, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ് കളങ്കാവൽ. ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥയൊരുക്കിയ ശ്രദ്ധ നേടി ജിതിൻ K ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകതയും കളങ്കാവലിനുണ്ട്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ K ജോസും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ലുക്മാൻ അവറാൻ, ബിനു പപ്പു ടീം ഒന്നിക്കുന്ന ചിത്രമാണ് ബോംബെ പോസിറ്റീവ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ നദികളിലെ സുന്ദരി യമുന എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ പ്രഗ്യാ നഗരയാണ് ചിത്രത്തിലെ നായിക. ജഗദീഷ്, ജോയി മാത്യു, നേഹ സക്സേന, രാഹുൽ മാധവ്, സൗമ്യ മേനോൻ, TG രവി, ശ്രീജിത്ത് രവി, നന്ദനുണ്ണി, സൗന്ദൻ പാണ്ഡ്യൻ, സുധീർ, അനു നായർ, ജയകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ഉണ്ണി മൂവീസിന്റെ ബാനറിൽ KP ഉണ്ണികൃഷ്ണൻ നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജീവൻ കോട്ടായിയാണ്. അജിത് പൂജപ്പുരയാണ് രചന. ആക്ഷൻ, ത്രിൽ, പ്രണയം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഒരുക്കിയിരിക്കുന്നതെന്ന് സൂചനയാണ് ടീസർ നൽകുന്നത്. ദിലീപ് നായകനാകുന്ന മാസ് കോമഡി എന്റർടൈനറാണ് ബബ്ബബ്ബ. നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ബബ്ബബ്ബയുടെ സംവിധായകൻ. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബബ്ബബ്ബ. ഭയം, ഭക്തി, ബഹുമാനം താരദമ്പതികളായ ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥ. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്നു. ചിത്രം ഡിസംബർ 18 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ ബാലു വർഗീസ്, സാൻഡി മാസ്റ്റർ, ബൈജു സന്തോഷ്, ശരണ്യ പൊന്മണ്ണൻ, അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, റെഡിൻ കിങ്സ്ലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇനി പ്രധാന ഇവന്റുകൾ.
കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭക സമ്മേളനം ടൈക്കോൺ കേരള 2025 നവംബർ 21 മുതൽ 22 വരെ കുമരകത്ത്. വാർഷിക നാവിക ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചി നേവി മാരത്തോണിന്റെ 6ാം പതിപ്പ് ഡിസംബർ 21 വില്ലിംഗ്ടൺ ഐലൻഡിൽ. ഗ്ലെൻഡൽ എക്സ്പോ 2025 നവംബർ 29-30 തീയതികളിൽ കൊച്ചിയിൽ. ബൈക്ക് ആൻഡ് റോക്സ് എക്സ്പോ 2025 ഡിസംബർ 3 മുതൽ 5 വരെ കൊച്ചിയിൽ. ഇതോടെ ബിസിനെക്സ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.